ഇന്ന് കേരള ഗവൺമെന്റ് ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ലക്ഷ്യമാക്കി, പുതിയ തലമുറയെ ലക്ഷ്യമാക്കി മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന ഒരു കുൽസിത പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു ഒന്നാം സ്ഥാനമെങ്കിൽ ഇന്ന് കേരളത്തിലാണ് ഒന്നാം സ്ഥാനം. ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് കേരളത്തിന്റെ യുവത്വത്തെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ എന്ന പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിനകം തന്നെ 5000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 4000-ലധികം കേസുകൾ കണ്ടെത്തി, ഏതാണ്ട് 60-65 കോടിയിലധികം വരുന്ന ഈ മയക്കുമരുന്ന് പോലീസ് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് ലോബിയുടെ അന്ത്യം കുറിച്ചിട്ട് മാത്രമേ ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ തകർക്കാൻ, ഭാവി ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാസർഗോഡ് ജില്ലയിൽ വേദനാജനകമായൊരു സംഭവം ഉണ്ടായി. ക്ലീൻ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ച് ഒരു കമ്പനി പ്രവർത്തിക്കുന്നു. പോലീസ് ആ കമ്പനി പരിശോധിച്ചപ്പോൾ, വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിച്ചപ്പോൾ 1000-കണക്കിന് 10000-കണക്കിന് മിഠായി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണത്. അത് വെറും മിഠായി അല്ല, ആ മിഠായിക്കകത്ത് മയക്കുമരുന്നുണ്ട്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഈ മിഠായി നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കുന്നതാണ്. അതിനെ നേരിടാൻ കേരള പോലീസ് മുന്നോട്ട് വന്ന് മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവരുടെ പേരിൽ കാപ്പ കൂടി ചുമത്താൻ കഴിയുമോ എന്ന് ഗവൺമെന്റും പോലീസും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഈ യുദ്ധം, ആ യുദ്ധത്തിൽ ലയോള കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഫാദർ ഡോക്ടർ സെൽവിൻ അഗസ്റ്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അനുവദിച്ചതായി കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. NCC പോലെ, സ്കൗട്ട് പോലെ നിങ്ങൾക്കിനിയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാകാൻ കഴിയും. അതിനുള്ള ഉത്തരവ് ഇന്ന് തന്നെയാണ് ഓഫീസിൽ ചെന്നാൽ നൽകുമെന്ന് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ വിദ്യാലയമാണ് ലയോള സ്കൂള്. ഇവിടെ UKG മുതൽ LKG മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. കാരണം കോളേജുമുണ്ട്, സ്കൂളുമുണ്ട്. ഈ വിദ്യാലയത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ മാനേജർ അച്ഛനടക്കമുള്ള, പ്രൊഫസർ അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ടർഫ് ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി തുഫാൻ പ്രതിജ്ഞയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ നീട്ടി ഈ പ്രതിജ്ഞ ഞാൻ ചൊല്ലിത്തരും, അത് പറയണം. കേരളത്തിന്റെ സുരക്ഷിതമായ ഭാവിക്കും ആരോഗ്യമുള്ള പുതിയ തലമുറയ്ക്കും വേണ്ടി മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരി മാഫിയയുടെ വേരറുക്കാനും
ഈ വിപത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനും ഞാൻ സദാ ജാഗരൂകനായിരിക്കും. ലഹരിയോട് നോ, ആരോഗ്യത്തോടും സുരക്ഷിതത്വത്തോടും യെസ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തുഫാൻ വാരിയറായി ചേരുന്നു. ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.